കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ ഞാൻ പൊയ്ക്കോട്ടെ? എങ്ങോട്ട്? രവിയേട്ടൻ എവിടെയും പോയാൽ ഞാൻ സമ്മതിക്കില്ല. എത്ര നാൾ നീ എന്നെ ഇങ്ങനെ വിളിച്ച് താമസിപ്പിക്കും? വേണ്ട ശശി, പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായിത്തീരും. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ്. അതൊന്നും സാരമില്ല, ഒരു അപകടം വരില്ല. എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ? പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ്. എന്താ തീർക്കാനുള്ള ജോലി? ആ കഥകളൊക്കെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല, തെളിവില്ല, സാക്ഷികളില്ല. എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷിമൊഴി ആര് വിശ്വസിക്കാൻ? ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും രവിയേട്ടന്റെ മനസാക്ഷിയെ എനിക്ക് വിശ്വാസമാണ്. ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയേട്ടനെ വിശ്വസിച്ചില്ലേ? എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ? എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഭാരിച്ച സ്വത്തുക്കൾ, കൂട്ടുകാർ, നിയന്ത്രിക്കാൻ ആരുമില്ല. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല. അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി. മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത്, എന്റെ ഹൃദയത്തിലേക്കായിരുന്നു. ശശി എന്നെക്കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നതുവരെ ശരിയാണ്. സെപ്റ്റംബർ 5-ാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിലെത്തുന്നത്. നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല. സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്ന് എനിക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാൻ എത്തുമായിരുന്നു, മിസ്റ്റർ അജിത്. അജിത്തോ? അതെ, ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ. അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തിരുന്നത്. It's right. Sit down. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആ മുടി കുറച്ചുകൂടെ വിതിർത്തിയിട്ട്. ചിന്താ. ആ തിരിഞ്ഞു 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 കുറച്ചങ്ങോട്ട് തിരി പൈസ അങ്ങോട്ട് തിരി. ആ ഞാൻ കുറച്ചുകൂടെ പുറകോട്ട്. അനക്ക് നിൽക്കൊന്നൂടെ.
കുഞ്ഞിനെ അത് ആ. Look at me. എങ്ങനെയുണ്ട്? കൊച്ചു കൊള്ളാമല്ലോ ആശാനെ. അത് കൊള്ളാം. ഒരു മാസമായിട്ടെന്ന് എനിക്കിത് ഇപ്പോഴാണ് തോന്നുന്നത്. നല്ല മുടി, കരിങ്കൂവള കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുംബിക്കാൻ വേണ്ടി മാത്രം, ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുണ്ടി. ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത്. ദൈവമേ, എനിക്കായിരിക്കണേ. ഏതായാലും തനിക്കല്ല. എന്താ ഇത്ര ഉറപ്പ്? സത്യം പറയണോ ആശാനെ? ആശ ഉപ്പ് നോക്കിയോ? കണ്ടോ ആ ചിരി കണ്ടോ? ആശ നോക്കി, എനിക്ക് ഉറപ്പാ. എങ്ങനെയാണ്? ഒന്ന് പോടോ, എനിക്കതാണോ ഇവിടെ പണി. വരട്ടെ, നമുക്ക് നോക്കാം. ലൈറ്റ്സ് ഓൺ. കുറച്ച് ലെഫ്റ്റ്, കുറച്ചുകൂടെ, അല്പം റൈറ്റ്, കുറച്ചുകൂടെ. പറഞ്ഞാലും കേൾക്കത്തില്ല. ഇങ്ങനെ. അജിത് പ്ലീസ്, എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഓ, ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിയാലേ മോഡലിംഗ് നടക്കത്തില്ല. കുറച്ച്. ഓക്കെ, തീർന്നു. ഏയ്, ഇനി ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. എനി മോഡേൺ ഡ്രസ്, സ്വല്പ സെക്സിയായി. അതായത് സുന്ദരിയായ ഒരു യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു. എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് സാക്സോസ് കോൾഡ് ക്രീം. സാർ, ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ? എയർപോർട്ടിൽ പോണ്ടേ? മണി 11 കഴിഞ്ഞ് രവിവർമ്മ വരില്ലേ? കമാൺ, ഹറി അപ്പ് ക്വിക്ക്.